വെൽക്കം ടു ഫിനിസ് ടെക്നോസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ നെക്സ്റ്റ് ക്ലാസ് ആണെന്ന്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡയോഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഫണ്ടമെൻ്റലായിട്ട് നോർമലി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഔട്ട്പുട്ട് V0 ഓഫ് എ ഡയോഡ് സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഈസ് കണക്റ്റഡ് ടു ആൻ ആവറേജിങ് DC വോൾട്ട്മീറ്റർ. ഇവിടെ നോക്ക്, ഔട്ട്പുട്ടിലൊരു ആവറേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിൽ കൊടുക്കുന്ന സൈനുസോഡൽ സിഗ്നലിൻ്റെ ആവറേജ് വാല്യൂ മാത്രം മെഷർ ചെയ്യുന്ന ഒരു ആവറേജിങ് DC വോൾട്ട്മീറ്ററാണ് ഔട്ട്പുട്ടിന് അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ റീഡിങ് ഓൺ DC വോൾട്ട്മീറ്റർ നെഗ്ലക്റ്റിംഗ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ്. ഓക്കെ, അവർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്? ഡയോഡ് ഒരു ഐഡിയൽ ഡയോഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് ഓഫ് ഡയോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്ക്, നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 10 sin ωt ആണ്. 10 sin ωt എന്ന് പറഞ്ഞാൽ അതൊരു സൈനുസോഡൽ സിഗ്നൽ ആയിരിക്കും. അതിൻ്റെ മാക്സിമം പീക്ക് എന്തായിരിക്കും? +10 ആയിരിക്കും. മിനിമം പീക്ക് വാല്യൂ എന്തായിരിക്കും? -10 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്ക്, ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. ഇവിടെ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്നത് എവിടെ ആയിരിക്കും? ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സൈനുസോഡൽ വേവ് ആയിരിക്കും. ദെർഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം ഡയോഡ് എന്തായിരിക്കും? ഇഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ് നെഗ്ലക്റ്റിംഗ് ആണെങ്കിൽ ഡയോഡ് എന്തായിട്ട് മാറും? ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറും. ദെർഫോർ നമ്മൾക്ക് ഔട്ട്പുട്ടിന് അക്രോസ് എന്ത് കിട്ടും? അതിൻ്റെ മാക്സിമം പീക്ക് വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ദെർഫോർ വെൻ ദ ഇൻപുട്ട് സൈനുസോഡൽ വോൾട്ടേജ് ഈസ് പോസിറ്റീവ് ഓർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡയോഡ് ബിക്കം ഷോർട്ട് സർക്യൂട്ട്, ഔട്ട്പുട്ടിന് അക്രോസ് കിട്ടും. എന്ത് കിട്ടും? ആ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, ഇനി എന്താണ്? ഫസ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം ഡയോഡിന് അക്രോസ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയോഡിൻ്റെ പി ടൈപ്പ് സെമി കണ്ടക്ടറിന് അക്രോസ് എന്തായിരിക്കും? നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ദെർഫോർ ഡയോഡ് എന്തായിട്ട് മാറും? റിവേഴ്സ് ബയാസ് ആയിട്ട് മാറും. ഇഫ് ദ ഡയോഡ് ഈസ് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ റിവേഴ്സ് ബയാസ് കേസിൽ ഡയോഡ് എന്തായിട്ട് മാറും? ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറും. ദെർഫോർ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നോർമലി എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് കാണും? ഒരു സ്മോൾ കട്ടിൻ വോൾട്ടേജും കൂടെ കാണും. പക്ഷേ ഇവിടെ നെഗ്ലക്റ്റിംഗ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം വീണ്ടും ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വീണ്ടും എന്തായിരിക്കും? നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. ദെർഫോർ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് വേവ് ഫോം എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ ഷേപ്പ് ആയിരിക്കും. ഇത് ഏത് റെക്ടിഫയർ പോലെ വർക്ക് ചെയ്യും? ഒരു ഹാഫ് വേവ് റെക്ടിഫയർ പോലെ വർക്ക് ചെയ്യും. ദെർഫോർ ഔട്ട്പുട്ട് DCയിൽ ഔട്ട്പുട്ട് വോൾട്ടിമീറ്ററിൽ എന്തായിരിക്കും അത് മെഷർ ചെയ്യുന്നത്? ഒരു ഹാഫ് വേവിൻ്റെ, ഒരു ഹാഫ് സൈനുസോഡൽ വേവിൻ്റെ DC വോൾട്ടേജ് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഹാഫ് സൈനുസോഡൽ വേവ് ആണെങ്കിൽ അതിൻ്റെ DC വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? പീക്ക് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പീക്ക് വാല്യൂ എന്താണ്? 10 ആണ്. ദെർഫോർ ദ DC വോൾട്ടേജ് അക്രോസ് ദ വോൾട്ടിമീറ്റർ ഈക്വൽ ടു എന്തായിരിക്കും? 10 ഡിവൈഡഡ് ബൈ പൈ ഈക്വൽ ടു 3.18 വോൾട്ട് ആയിരിക്കും കറക്റ്റ് ആൻസർ. ദെർഫോർ ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ് ആൻസർ.